പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കേൾക്കാമോ? കേൾക്കാം. അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന നല്ല പ്രഭാതത്തിനായി നന്ദിയോട് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അക്ഷയനും അക്ഷോഭനും അദർശനും അതുല്യനും അപ്രമേയത്വം തുമ്പി നിൽക്കുന്ന ആത്മനാഥന്റെ പാദപീഠങ്ങൾ സഹമാനവും മഹത്വവും ബഹുമാനവും ആരാധനയും അടിയൻ സമർപ്പിക്കുകയാണ്. എബനേസർ മലയാളം ഫെലോഷിപ്പ് ചർച്ചിന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്നതായിരിക്കുന്ന ഈ മീറ്റിംഗിൽ കടന്നു വരുവാൻ നമുക്ക് ഒരുമിച്ചായിരിക്കാൻ കർത്താവ് സഹായിച്ചല്ലോ. മീറ്റിങ്ങിനെ നയിക്കുന്ന ലീഡ് ചെയ്യുന്ന ബഹുമാനപ്പെട്ട കർത്താവിന്റെ ദാസി ഫേബ ആന്റിക്ക് ക്രിസ്തുവിൽ വന്ദനം പറയുകയാണ്. ഇതുപോലെ ഇന്നത്തെ വർഷിപ്പ് ലീഡ് ചെയ്ത പ്രിയ പൈതല യേശുവിന്റെ നാമത്തിലുള്ള വന്ദനം പറയുന്നു. ഇന്ന് ഈ മീറ്റിംഗിൽ ജോയിൻ ചെയ്തിരിക്കുന്ന ദൈവദാസന്മാർ, സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ എല്ലാവർക്കും ലോകരക്ഷകനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള എന്റെ ക്രിസ്തീയ വന്ദനം അറിയിക്കും. ആമേൻ. സ്തോത്രം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കും. എത്രത്തോളം നിമിഷം ഹല്ലേലൂയ ദിവസങ്ങൾ പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ആമേൻ. പരിശുദ്ധാത്മാവ് നമ്മളെ ഇന്ന് പകൽക്കാലം അനുഗ്രഹിക്കുമാറാകട്ടെ. എത്ര പേർക്ക് വിശ്വാസമുണ്ട് ഇന്ന് പകൽക്കാലം നമ്മളെ അനുഗ്രഹിക്കുമെന്ന്? ആമേൻ. സ്തോത്രം. വിശ്വാസത്തോടെ ക്ലിയർ അല്ല പ്ലീസ്. ക്ലിയർ അല്ല. നെറ്റിന്റെ പ്രോബ്ലം ആണെന്ന് തോന്നുന്നു. പറഞ്ഞത് ക്ലിയർ ആയില്ല. പ്രൈസ് ദി ലോർഡ്. ഇപ്പോഴോ? വീഡിയോ ഓഫ് ചെയ്തു എന്നിട്ട് സംസാരിച്ചു. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. യേശുവിന്റെ രക്തത്താൽ ജീവൻ. ഹല്ലേലൂയ. കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഇപ്പം കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഇപ്പൊ കേൾക്കാം സിസ്റ്ററെ. അഥവാ എന്തെങ്കിലും തടസ്സം വന്നാ വീഡിയോ ഓഫ് ചെയ്തു. ഇപ്പൊ കേൾക്കാം. എനിക്ക് തോന്നുന്നു ഇവിടൊന്നും കേൾക്കുന്നില്ല ആന്റി. എന്തോ? ഇവിടെ കേൾക്കാം. കേൾക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. എല്ലാവരും ഒരു നിമിഷം പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. രക്തം ചെയ്യാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. ഹല്ലേലൂയ. ഓ രക്തത്താൽ ചെയ്യും. കേൾക്കുന്നില്ല. എല്ലാ ധരങ്ങളും ഇന്ന് പകൽക്കാലം കേൾക്കുന്നില്ല. ശരിയാ പറഞ്ഞു, ഒന്നും കേൾക്കുന്നില്ല. സിസ്റ്റർ ഒന്നുകൂടെ ലീവ് ചെയ്തിട്ട് കയറാമോ? ചിലപ്പോൾ ശരിയാവും. ഇവിടെ ഡൽഹി കേൾക്കുന്നുണ്ട്. അത് പിന്നെ വീഡിയോ ഓഫ് ചെയ്താൽ മതി. വീഡിയോ ഞങ്ങൾക്കൊക്കെ ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ട് സിസ്റ്ററെ. ബേബി ആന്റിക്ക് കേൾക്കാമോ? എനിക്ക് കേൾക്കാം. ഇവിടെ ഒന്നും കേൾക്കുന്നില്ല. ഇവിടുത്തെ നെറ്റ്വർക്കിന്റെ ആണ്. ഇവിടെ ഡൽഹി ഞങ്ങൾ ഇരിക്കുന്ന നല്ലവണ്ണം കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്. ഞങ്ങൾക്ക് കേൾക്കാം. എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. സിംഗപ്പൂരിലും കേൾക്കാൻ പറ്റുന്നുണ്ട്. ഇവിടെയും കേൾക്കാം സിസ്റ്റർ. ബേബി ഇവിടെയും കേൾക്കാം. കേരളത്തിലും കേൾക്കാം. കേരളത്തിൽ എനിക്ക് കേൾക്കുന്നില്ല. അമേരിക്കയിലും കേൾക്കാം. കായംകുളത്ത് കേൾക്കുന്നില്ല. കോട്ടയത്ത് കേൾക്കുന്നില്ല. കോട്ടയം ഇല്ല. അങ്ങോട്ട് മാറി മാറി ഇരുന്നോ? സൗദിക്കാർക്ക് കേൾക്കാവോ? സൗദിക്കാർക്ക് ഡൽഹിയിൽ എല്ലായിടവും കേൾക്കുന്നില്ല. ഓഫ് ചെയ്തിട്ടൊന്ന് കേറാൻ പറയേണ്ടി. ഓക്കെ. ഞാൻ ലീവ് ചെയ്തിട്ട് കേറാം. ദയവേത് വേറെ ആരും ലീവ് ചെയ്യരുത്. സിസ്റ്റർ ലീവ് ചെയ്തിട്ട് ഇപ്പൊ വരും. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ.
ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. Praise the Lord, praise the Lord, praise the Lord. കണ്ടിന്യൂ ചെയ്യുക. ഇപ്പൊ കേൾക്കാമോ? കേൾക്കാം. കേൾക്കാം. Praise the Lord. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. നമ്മെ തന്നെ ഒരു പ്രാവശ്യം ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥനാ നിരതരായിരിക്കാം. ഹല്ലേലൂയ. ഈ പ്രഭാത സമയത്ത് ഇവിടെ പ്രഭാതമാണ്. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ ഒരുമിച്ച് ദൈവസന്നിധിയിൽ ഇരിക്കുന്നത് വലിയ അനുഗ്രഹവും നന്മയും വിടുതലും ഒക്കെയാണ്. ഒരു നിമിഷം എല്ലാ കണ്ണുകളും അടച്ച ദൈവസന്നെ പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കും നല്ല ദിവസത്തിനായി, നല്ല നിമിഷത്തിനായി ഞങ്ങൾ നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. കർത്താവ് ഈ ഗ്രൂപ്പിനെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന ദൈവജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലീഡ് ചെയ്യുന്ന കർത്താവിന്റെ ദാസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇറങ്ങുന്ന പകലായി മാറുമാറാകണമേ. യാതൊരു ഹല്ലേലൂയ പ്രോബ്ലംസോ യാതൊരു പ്രശ്നങ്ങളും ഒന്നും ഉണ്ടാകാൻ ദൈവത്തിന്റെ ആത്മാവിടയാക്കൽ സമ്മതിക്കല്ലെന്ന് പ്രാർത്ഥിക്കുന്നു. വായിക്കുന്ന വചനം അങ്ങയുടെ കരങ്ങളിലേക്ക് ഇന്ന് പകൽക്കാലം സമർപ്പിക്കുകയാണ് കർത്താവെ. ശുശ്രൂഷിക്കുവാൻ ബലഹീനയാകുന്ന അടിയനെ കർത്താവ് ബലപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന ദൈവജനം ഇന്ന് പകൽക്കാലം കർത്താവെ ഏതെങ്കിലുമൊക്കെ വിഷയത്തിന്റെ മുമ്പിൽ ഭാരത്തോടെ, നിരാശയോടെ, വേദനയോട് കൂടെ ആയിരിക്കുന്നുവെങ്കിൽ അവരോട് പരിശുദ്ധാത്മാവ് വാസ്തവമായി ഇടപെടുകയും സംസാരിക്കുകയും ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മസാന്നിധ്യം വെളിപ്പെടുന്ന പകലായി മാറട്ടെ. ആരാധന പകലായി മാറട്ടെ. പകലായി മാറട്ടെ. ബന്ധനങ്ങൾ അഴിയപ്പെടുന്ന പകലായി മാറട്ടെ. ആത്മാവിൽ ഹല്ലേലൂയ ചിലർ എഴുന്നേൽക്കുന്ന പകൽക്കാലമായി മാറട്ടെ. ആത്മാവിന്റെ ശക്തി ഹല്ലേലൂയ കഴിഞ്ഞ നാളുകളിൽ കടന്നു വന്നിട്ട് ഈ നാളുകൾ ക്ഷീണിച്ചിരിക്കുന്നവരുടെ മേൽ ആഴ്ചപ്പെടുന്ന പകലായി മാറട്ടെ. ശക്തമായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വായിക്കുന്ന വചനത്തെ ഒരിക്കൽ കൂടി ദൈവകരങ്ങളിൽ സമർപ്പിക്കട്ടെ. ദൈവത്തിനെ താഴ്ത്തി ആമേൻ ഹല്ലേലൂയ ഞങ്ങൾ പൂർണ്ണമായി ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയാണ്. അതിനെ വാഴ്ത്തി അനുഗ്രഹിച്ച് ഞങ്ങളുടെ മക്കൾ നൽകി തന്ന ഞങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയാൽ അവിടെ നിറയ്ക്കണമേ. അല്പനിമിഷം ഇരിക്കട്ടെ നാഥ. ആ കൃപയുടെ മറവിൽ മറയ്ക്കണമെന്നും കൂടി പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥന കേൾക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ഹല്ലേലൂയ. കേൾക്കുന്നില്ലേ? ഞങ്ങൾക്കെല്ലാം കേൾക്കാം. കോഴിക്കോടൊന്നും കേൾക്കുന്നില്ല ഇപ്പൊ. സ്തോത്രം, 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 സ്തോത്രം. ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിച്ച പ്രാർത്ഥന നിരതരായിരിക്കുമ്പോൾ നമുക്കൊരു വാക്യം വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം. പ്രൈസ് ദി ലോർഡ്. 13-ാമത് വാക്യം നമുക്ക് വായിക്കാം. ലൂക്കോസ് 1:13. ഒന്നും കേൾക്കുന്നില്ല. ദൂതൻ അവനോട് പറഞ്ഞത്, സക്കറിയാവേ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും. അവന് യോഹന്നാൻ എന്ന് പേരിടേണം. നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും. മതി. ഓക്കെ. ഹല്ലേലൂയ. നമ്മൾ വാക്യത്തിന് വേണ്ടിയൊക്കെ നമ്മൾ പ്രാരംഭത്തിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 13-ാമത് വാക്യമാണ് നമുക്ക് ഇന്ന് പകൽക്കാലം വായിച്ചു കേൾക്കാനിടയായി. കേൾക്കുന്നില്ല. നെറ്റ് വന്നും പോയി നിൽക്കുവാൻ തോന്നുന്നു. നെറ്റ് കേട്ടു, പിന്നെയും പോയി. പേബാൻഡി വായിച്ചത് കേട്ടു, വേറെ ഒന്നും കേട്ടില്ല. അവിടുത്തെ നെറ്റിന്റെ ഇഷ്യൂ ആയിരിക്കും. കേൾക്കാത്തവർക്ക് ഞാൻ മെസ്സേജ് അയച്ചു തരാം. കേൾക്കുന്നുണ്ട്, നല്ലതായിട്ട് കേൾക്കുന്നുണ്ട്. സിസ്റ്റർ വീഡിയോ അല്ലെങ്കിൽ ഓഫ് ചെയ്താൽ മതിയായിട്ട്. ഓക്കെ, ഞാനത് വീഡിയോ ഓഫ് ചെയ്യുന്നു. കേൾക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. നമ്മൾ ഇന്ന് പകൽക്കാലം വായിച്ചത് ഇപ്പൊ കേൾക്കാമോ എല്ലാവർക്കും? കേൾക്കാം. സ്തോത്രം. ഇന്ന് പകൽക്കാലം നമ്മൾ വായിച്ചു കേട്ടത് ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 13-ാമത് വാക്യമാണ്. സ്തോത്രം. ഈ പുസ്തകത്തിന്റെ എഴുത്തുകാരൻ ലൂക്കോസ് തന്നെയാണ് എന്ന് നമുക്ക് ഏവർക്കും അറിയാം. ഇതിനകത്ത് ആമേൻ ആകെ 24 അധ്യായങ്ങളും 1151 വാക്യങ്ങളൊക്കെ ആമേൻ അടങ്ങിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. AD 60-ലാണ് ഈ പുസ്തകം എഴുതപ്പെട്ടതെന്ന് വേദപണ്ഡിതാക്കൾ അവകാശപ്പെടുകയാണ്. ഹല്ലേലൂയ. നമ്മൾ വായിച്ചത് 1-ാം അധ്യായത്തിന്റെ 13-ാമത് വാക്യമാണ്. സ്തോത്രം. ദൂതൻ ഹല്ലേലൂയ സെക്കറിയാവിനോട് പറഞ്ഞതായിരിക്കുന്ന ആമേൻ അനുഗ്രഹിക്കപ്പെട്ട ഒരു വചനം. സെക്കറിയാവെ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി.
ഈ പ്രഭാതം നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം അത് തന്നെയാണ്, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ദൈവം. ഹല്ലേലൂയ, സ്തോത്രം. സെക്കറിയാവ് ആരാണെന്ന് നമുക്കറിയാം. ഹല്ലേലൂയ, ദേവാലയത്തിൽ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുന്ന ഒരു പുരോഹിതനാണ് സെക്കറിയാവ്. സ്തോത്രം. എന്നാൽ സെക്കറിയാവിന്റെ ഹൃദയത്തിനകത്ത് ചില ഭാരങ്ങളും ചില വേദനകളും ഒക്കെ ഉണ്ട്. എന്താണെന്നറിയാമോ? സെക്കറിയാവിന് ഒരു തലമുറയില്ല. ജനത്തിന്റെ നടുവിൽ നിന്ന് ശുശ്രൂഷ ചെയ്യുമ്പോൾ, ജനത്തോട് സമാധാനത്തോടെ പൊയ്ക്കോ എന്ന് പറയുമ്പോൾ തന്റെ അകത്തളങ്ങളിൽ ഒരു സമാധാനമില്ലാത്ത അനുഭവം വ്യാപരിക്കുന്നുണ്ട്. സ്തോത്രം. ചിരിക്കുന്ന മുഖവുമായി നിൽക്കുന്ന, അല്ലെങ്കിൽ വളരെയധികം ആത്മാവിന്റെ ശക്തിയോടെ നിന്ന് ശുശ്രൂഷിക്കുന്ന സെക്കറിയാവിന് ഹൃദയത്തിനകത്തൊരു പ്രാർത്ഥനയുണ്ട്. എന്നാൽ ദൈവത്തിന്റെ ദൂതൻ സെക്കറിയാവിനോട് പറയുകയാണ്, ഭയപ്പെടേണ്ടതിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. ആണ്ടുകളായി, നാളുകളായി, ദിവസങ്ങളായി, സംവത്സരങ്ങളായി ചില വിഷയങ്ങൾക്ക് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ദൈവദാസി ദാസന്മാരെ, ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുകയാ, നിന്റെ അകത്തളങ്ങളിലെ ഭയം ഇന്ന് പകൽക്കാലം മാറട്ടെ. എന്തിനാ നീ ഭയപ്പെടുന്നത്? എന്തിനാ നീ വേദനിക്കുന്നത്? നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം വ്യക്തമായി വിളിച്ചു പറയുകയാ. എന്താണ് ദൈവമേ എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാത്തത്? എന്താണ് എന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാത്തത് എന്ന് ഹൃദയവേദനയോടുകൂടെ, ഹൃദയവാഞ്ചയോടുകൂടെ ഇതിനകത്ത് ആരെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവാത്മാവിൽ പറയാൻ ആഗ്രഹിക്കുന്നു. നീ ഭാരപ്പെടുന്ന വിഷയത്തിന്റെ നടുവില്, നീ ഉപവസിക്കുന്ന വിഷയത്തിന്റെ നടുവില്, നീ തീരുമാനത്തോടെ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ നടുവില് താമസിവിന മറുപടി കടന്നു വരാൻ പോകുന്നുവെന്ന് പരിശുദ്ധാത്മാവിനാൽ ഇന്ന് പ്രഭാതത്തിൽ വ്യക്തമായി വിളിച്ചു പറയുകയാണ്. ശബ്ദനാദികൾ ഖമന റംധനെ അടകം ജൂഡകരകമനകദുരാദിനേതരഹസ്യ, ഞാൻ പ്രാർത്ഥിച്ചു മടുത്ത കർത്താവേ, ഇനി ഞാൻ പ്രാർത്ഥിക്കുന്നില്ലെന്ന് പറഞ്ഞ് നീ മാറ്റിവെച്ച വിഷയങ്ങളെ ഇന്ന് പകൽക്കാലം തിരിച്ചെടുക്കാൻ ദൈവാത്മാ ബുദ്ധി ഉപദേശിക്കുകയാ. നിന്റെ പ്രാർത്ഥനയുടെ മറുപടിയെ തടയുന്നതായിരിക്കുന്ന, പ്രാർത്ഥനയുടെ വിടുതലിനെ തടയുന്നതായിരിക്കുന്ന എല്ലാ തടസ്സവാദങ്ങളെയും ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എടുത്തു മാറ്റുന്ന ദിവസമെന്ന് ദൈവാത്മാവിനാൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. അവൻ സെക്കറിയാവിനോട് ദൂതനാ പറഞ്ഞത്. ഹല്ലേലൂയ. ഓ പ്രാർത്ഥിക്കുന്ന ദൈവവൈതലേ, നീ ഇരിക്കുന്ന മണ്ഡലത്തിനകത്ത് ഒരു ദൈവദൂതന്റെ സാന്നിധ്യം വെളിപ്പെടുകയാ. സെക്കറിയാവ് നിൽക്കുന്നത് ആലയത്തിനകത്ത്, സെക്കറിയാവ് ശുശ്രൂഷിക്കുന്നത് തന്റെ ജനത്തിന് വേണ്ടിയാ. എന്നാൽ ഹൃദയത്തിന്റെ അകത്തളങ്ങളില് ഭാരം അനുഭവിച്ചുകൊണ്ട് ശുശ്രൂഷ വേദിയിലായിരിക്കുന്ന, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, മറ്റുള്ളവർക്ക് വേണ്ടി ശുശ്രൂഷിക്കുന്ന ദൈവദാസിയെ, ദൈവദാസനെ, നിന്റെ ഹൃദയത്തിന്റെ വേദനയെ സ്വർഗം അറിഞ്ഞിരിക്കുന്നുവെന്ന് പരിശുദ്ധാത്മാവ് ഇത് വിളിച്ചു പറയുകയാ. നിന്റെ ഹൃദയത്തിന്റെ ഭാരം ദൈവം അറിഞ്ഞിരിക്കുന്നുവെന്ന് ദൈവാത്മാ വിളിച്ചു പറയുകയാ. നീ ഭയപ്പെടേണ്ട, നീ ഭാരപ്പെടേണ്ട, നീ ശങ്കിക്കേണ്ട, നീ വേദനിക്കേണ്ട. ഇതാ നിന്റെ പ്രാർത്ഥനയുടെ മറുപടി, നിന്റെ പ്രാർത്ഥനയുടെ ഉത്തര നിന്റെ ഭാവനത്തിന്റെ യാഗത്തലങ്ങളിൽ വെളിപ്പെടാൻ പോകുന്നുവെന്ന് പരിശുദ്ധാത്മാ വിളിച്ചു പറയുകയാ. ഡിവൈസിൽ കടന്ന യാഷ, ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിന്റെ ദാസിയോട് പരിശുദ്ധാത്മാ പറയുകയാ, നാളുകളായി ചില പ്രാർത്ഥനാ വിഷയങ്ങളുമായിട്ടാണ് ദൈവസ്ഥലം ഇരിക്കുന്നത്. 2025 കഴിയുന്നതിന് മുമ്പേ പ്രാർത്ഥനയ്ക്ക് മറുപടി എന്ന് ദൈവാത്മാ പറയുകയാ. ഉടകം ജനകേ രഗതന ഹസ്തന, തലമുറയുടെ വിഷയത്തിന് മേല്, തലമുറയ്ക്ക് വേണ്ടി ഹല്ലേലൂയ അതീവ ജാഗ്രതയോടെ നിലവിളിച്ചതായിരിക്കുന്ന, പ്രാർത്ഥിച്ചതായിരിക്കുന്ന സെക്കറിയാവിന്റെ അടുക്കല് ദൂതൻ കടന്നു വന്ന് പറയാ, നിനക്കൊരു മകൻ ജനിക്കാൻ പോകുകയാ. സ്തോത്ര. അസാധ്യമെന്ന് ലോകം പറഞ്ഞത് സാധിക്കത്തില്ലെന്ന് ലോകം പറഞ്ഞത്, ആമേൻ, ഹല്ലേലൂയ, ഒരിക്കലും നടക്കത്തില്ലെന്ന് മറ്റുള്ളവർ പറഞ്ഞത്, ആമേൻ, സെക്കറിയാവിന്റെ ഭവനത്തിനകത്ത് വെളിപ്പെട്ടെങ്കിൽ, ആമേൻ, തന്റെ ദാസിയുടെ ഭവനത്തിനകത്ത്, ആമേൻ, വ്യക്തിപരമായ വിടുതല്, തലമുറയ്ക്ക് മേൽ വിടുതല്, പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ വിടുതല് ഈ നാളുകളിൽ വെളിപ്പെടാൻ പോകുന്നെന്ന് പരിശുദ്ധാത്മാവ് പറയുകയാണ്. ശുവിന്റെ നാമത്തിൽ ശംധരെ അടകം ധൂടമനഹസ്തനാദികൾ ഖമന ഹംദരാദികൾ ഖമന, പ്രൈസ് ദി ലോർഡ്. യോഹന്നാൻ എന്ന് പേരിടണമെന്ന് പറയേ, ആമേൻ, സ്തോത്രം. സെക്കറിയാവിനോട് ദൈവം അരുളി ചെയ്യുകയാണ്. ഹല്ലേലൂയ. പേര് സഹിതം സെക്കറിയാവിന് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുകയാ. ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഹല്ലേലൂയ മറുപടി മാത്രമല്ല, നീ എങ്ങനെ ചലിക്കണമെന്ന്, എങ്ങനെ നീങ്ങണമെന്ന്, ഏത് റൂട്ടിലൂടെ പോകണമെന്ന് വരെ ദൈവത്തിന്റെ
പരിശുദ്ധാത്മാവ് വ്യക്തമായി വെളിപ്പെടുത്തി തരുമെന്ന് പറയുകയാ. ആമേൻ. നിന്ന അനുഭവിക്കുന്ന, ആമേൻ, അപമാനം അനുഭവിക്കുന്ന സ്ഥാനത്ത് നീ പ്രാർത്ഥിച്ചു, നിന്റെ നിന്ന മാറാൻ പോകുന്നുവെന്ന് പരിശുദ്ധാത്മാവ് പറയുകയാ. ആമേൻ. നിന്നയോടെ, വേദനയോടെ, അപമാന ഭാരത്തോടെ നാളുകളായി ദൈവസന്നിധിയിൽ മുഴങ്കാലുകളെ മടക്കാൻ തുടങ്ങിയിട്ട് ഇന്ന് ഹല്ലേലൂയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുകയാ, നീ നിന്നെ അനുഭവിക്കുന്ന വിഷയത്തിന്റെ മേല, ആമേൻ, മറ്റുള്ളവരെ നിന്നെ നിന്ദിക്കുന്ന വിഷയം ഞാൻ എത്ര കാലം നിന്ന് അനുഭവിക്കണം. പ്രാർത്ഥിക്കുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്, ഉപവസിക്കുന്നുണ്ട്, ദൈവനാമത്തിന് കൊടുക്കുന്നുണ്ട്, ദൈവസന്നിധി ശക്തിയോടെ നിൽക്കുന്നുണ്ട്. കർത്താവേ, എന്റെ നിന്ന എന്ന് മാറുമെന്ന്, എന്റെ അപമാനം എന്ന് മാറുമെന്ന് ദൈവത്തോട് ചോദിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് പറയട്ടെ, നിന്റെ പ്രാർത്ഥനയുടെ വിടുതൽ ഹല്ലേലൂയ നിന്റെ നിന്നയെ എടുത്തു മാറ്റുമെന്ന് ദൈവാത്മാവ് പറയുകയാ. ആമേൻ. നിന്നയോടെ, ആമേൻ, ഹല്ലേലൂയ പരിഹാസത്തോടെ, ഹല്ലേലൂയ മറ്റുള്ളവര് നിന്നെ നോക്കുമ്പോൾ ഇന്ന് ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മാവിൽ പറയുകയാ, നീ നിന്നെ അനുഭവിക്കുന്ന വിഷയത്തിന്റെ മേല്, മറ്റുള്ളവർ നിന്നെ പരിഹസിക്കുന്ന വിഷയത്തിന്റെ മേല് ഈ നാളുകൾ ദൈവത്തിന്റെ കരം ചലിക്കാൻ പോകുന്നുവെന്ന്, ദൈവകരം ചലിക്കാൻ പോകുന്നുവെന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുകയാ. പ്രാർത്ഥിക്കുന്ന വിഷയം നീ മാറ്റിവെക്കരുത്. ഒരുപക്ഷെ നിന്നോട് കൂടെയുള്ളവരും, നിന്നോട് സഹകരിക്കുന്നവരും, നിന്റെ ഭവനത്തിനകത്ത് വരുന്നവരും, നിന്നോട് കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നവരും അസാധ്യമെന്ന് പറയും, അടക്കത്തില്ലെന്ന് പറയും. പക്ഷേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയട്ടെ, പ്രാർത്ഥിക്കുന്ന ദൈവദാസിമാരെ, പ്രാർത്ഥിക്കുന്ന അഭിഷേക്തന്മാരെ, അസാധ്യമെന്ന് പറഞ്ഞതിനെ ദൈവത്തിന്റെ ആത്മാവ് ഈ നാടുകളില് പ്രാർത്ഥനയിലൂടെ നിനക്ക് സാധ്യമാക്കി തരുമെന്ന് പരിശുദ്ധാത്മാവ് പറയേ. ശുശ്രൂഷയിൽ ഹല്ലേലൂയ വേദനയോടുകൂടി ആയിരിക്കുന്ന, ആമേ ശുശ്രൂഷയിൽ ഹല്ലേലൂയ വളരെയധികം ഭാരത്തോടുകൂടി ആയിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയാൻ ആഗ്രഹിക്കുകയാണ്. ആമേൻ. സ്തോത്രം. നിന്റെ വേദനയുടെ നടുവില ആമേ ശുശ്രൂഷിക്കുന്നുണ്ടെങ്കിലും, ആമേ ശുശ്രൂഷ ജനത്തിന് വേണ്ടി ചെയ്തു കൊടുക്കുന്നുണ്ടെങ്കിലും, എന്റെ വിഷയത്തിന് ഞാനൊരു ശുശ്രൂഷക്കാരിയാ, ഞാനൊരു ശുശ്രൂഷക്കാരനാ, എന്റെ വിഷയത്തിന് എപ്പോഴാണെന്ന് മറുപടി എന്ന് ചോദിക്കുന്ന ചില ശുശ്രൂഷക്കാരിനകത്ത് ഇരിപ്പുണ്ടെന്ന് ദൈവാത്മാവ് പറയുകയാ. ചില ശുശ്രൂഷക്കാരോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുകയാ, ദൈവം നിന്നെ ഏൽപ്പിച്ചത് നീ ശക്തിയോടെ ചെയ്തു, ദൈവം നിനക്കുന്ന ശുശ്രൂഷയില് നീ ശക്തിയോടെ എഴുന്നേറ്റോ. ഹല്ലേലൂയ. ശുശ്രൂഷയ്ക്ക് ഹല്ലേലൂയ വിഘ്നം വരുത്തരുത്. ആമേ. ദൈവം അയക്കുന്ന സ്ഥാനങ്ങളില്, ദൈവം അയക്കുന്ന ദേശങ്ങളില്, ദൈവം അയക്കുന്ന സ്ഥലങ്ങളില് അഭിഷേകത്തോടെ ഈ ദിവസങ്ങൾ ശുശ്രൂഷിച്ചു. നിന്റെ ശുശ്രൂഷയുടെ നടുവിൽ തന്നെ ദൈവത്തിന്റെ പ്രവൃത്തി ഉണ്ടെന്ന്, ദൈവ പ്രവൃത്തി വെളിപ്പെടുമെന്ന് പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയാൻ ആഗ്രഹിക്കുകയാണ്. ആമേൻ. Praise the Lord. Hallelujah. ആമേൻ. നമുക്ക് വായിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകത്തിലേക്ക് നമുക്ക് കടന്നു വരാം. സ്തോത്രം. 2 രാജാക്കന്മാരുടെ പുസ്തകത്തിലേക്ക് നമുക്ക് കടന്നു വരാം. 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 18-ാമത് വാക്യം നമുക്കൊന്ന് വായിക്കാം. 2 രാജാക്കന്മാരുടെ പുസ്തകം 6:18. അവർ അവന്റെ അടുക്കൽ വന്നപ്പോൾ എലീശ യഹോവയോട് പ്രാർത്ഥിച്ചു, ഈ ജാതിയെ അന്ധത പിടിപ്പിക്കണമേ എന്ന് പറഞ്ഞു. എലീശയുടെ അപേക്ഷ പ്രകാരം അവൻ അവരെ അന്ധത പിടിപ്പിച്ചു. Praise the Lord. മതി. എലീശയുടെ പ്രാർത്ഥനയുടെ മറുപടിയാണ് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. ഹല്ലേലൂയ. സെക്കറിയാവിന്റെ പ്രാർത്ഥനയുടെ ഉത്തരം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇപ്പൊ ഈ നമ്മൾ വായിച്ചു കേട്ടത് എലീശയുടെ പ്രാർത്ഥനയുടെ മറുപടിയാ. ഒരു അരാമിന്റെ സൈന്യം, ഹല്ലേലൂയ, എലീശയുടെ പട്ടണം വളഞ്ഞിരിക്കുകയാ, എലീശയുടെ ഭവനത്തെ വളഞ്ഞിരിക്കുകയാ. എന്തിനാ? ഇവനെ പിടിച്ചുകൊണ്ട് ചെല്ലണമെന്ന് കൽപ്പനയുമായിട്ട് അരാം രാജാവ് ഒരു സൈന്യത്തെ പറഞ്ഞയച്ചിരിക്കുകയാ. എന്നാൽ പ്രാർത്ഥിക്കുന്നവൻ, പ്രവാചകൻ, ആമേൻ, ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവൻ അകത്തളങ്ങളിൽ മുഴങ്കാലും അടക്കി ദൈവത്തോട് പ്രാർത്ഥിക്കുകയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നെ തൊടേണ്ടതിന്, എന്നെ പിടിക്കേണ്ടതിന് ഭവനത്തിന് ചുറ്റും അണിനിരക്കുന്ന അരാമിന്റെ സൈന്യത്തെ അന്ധത പിടിപ്പിക്കണമേ എന്ന എലീശയുടെ പ്രാർത്ഥന ദൈവം കേൾക്കുവാൻ ഇടയായി തീർന്നു. തനിക്ക് വിരോധമായി ഓടിയെടുത്തതായിരിക്കുന്ന ചില അരാമ്യ പടയെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, ദൈവത്തിന്റെ ആത്മാവ് അന്ധത പിടിപ്പിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അധികാരമുള്ള
അഭിഷേകമുള്ള ആമേൻ പ്രവാചകനായ ഏലീശായുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി നൽകിയെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവാത്മാവിൽ പറയട്ടെ, നിന്നെ തകർത്ത് കളയുമെന്ന് വെല്ലുവിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന നിനക്ക് വിരോധമായി, പ്രാർത്ഥിക്കുന്ന ഭവനത്തിന് വിരോധമായി ഓടിയെടുക്കുന്ന ചില പൈശാചിക വ്യാപാരങ്ങളുടെ നടുവിലോ ഇന്ന് പകൽക്കാലം നീ കൂട്ടുമടക്കാൻ തയ്യാറാണെങ്കിൽ നീ പ്രാർത്ഥിക്കുന്നത് പോലെ പ്രവർത്തിക്കുവാൻ ദൈവശക്തനെന്ന് പരിശുദ്ധാത്മാവ് പറയുകയാണ്. ഹല്ലേലൂയ. ഡിവൈസിൽ കാണുന്ന നിമ്മി ജോസ്, ദൈവത്തിന്റെ ആത്മാവ് എന്റെ ദാസിയോട് വ്യക്തമായി പറയാം, നാളുകളായി വർഷങ്ങളായി നിനക്ക് നേരെ ശത്രു പടയൊരുക്കം നടത്തുകയാ. നിന്റെ ജീവന് വിരോധമായി, പ്രാണന് വിരോധമായി ഒക്കെ ആമേൻ ഹല്ലേലൂയ ശത്രു വെല്ലുവിളിച്ചുകൊണ്ട് കയറി വരികയാ. ഈ ദിവസങ്ങൾ പ്രാർത്ഥിച്ചോ, ഓടിയെടുക്കുന്ന ചിലതിനെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അന്ധത പിടിപ്പിക്കുന്ന പകലെന്ന് ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി വിളിച്ചു പറയുകയാ. സ്വസ്ഥതയെ നഷ്ടപ്പെടുത്തി കളഞ്ഞ്, സമാധാനത്തെ നഷ്ടപ്പെടുത്തി കളഞ്ഞ്, മുന്നോട്ട് ഗമിക്കുവാൻ കഴിവില്ലാതെ വേണ്ട നിനക്കതിരി വെക്കുന്ന ശത്രുവിന്റെ ചില അതിരുകളെ ദൈവത്തിന്റെ ആത്മാവിന്റെ പകൽക്കാലം എടുത്തു മാറ്റുമെന്ന്, ഒരു വിശാലതയിലേക്ക് നയിക്കുമെന്ന് ദൈവാത്മാവ് ദൂത് പറയുകയാണ്. ശബ്ദര അടകാരകരെ രഗതര മന്ദരെ ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ട്? എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നുണ്ട്? ഹല്ലേലൂയ. നിനക്ക് വിരോധമായി, നിന്റെ ഭവനത്തിന് വിരോധമായി, നിന്റെ ശുശ്രൂഷയ്ക്ക് വിരോധമായി, നിന്റെ പ്രാർത്ഥനയ്ക്ക് വിരോധമായി ഓടിയെടുക്കുന്ന ചില ജാതീയന്റെ വ്യാപാരങ്ങളെ കണ്ടു നീ ഭയപ്പെടരുത്. ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കുക. അവരെ അന്ധത പിടിപ്പിക്കുന്ന പകലെന്ന പരിശുദ്ധാത്മാവിൽ വ്യക്തമാ ഇന്ന് ദൂത് വിളിച്ചു പറയുകയാ. ശമനെ അടകം ദൂടവറാംജന അടകൽ ഖബറിന്റെ ഭവനത്തിന്റെ അകത്തലങ്ങൾ ഒരു പ്രാർത്ഥന മുഴങ്ങട്ടെ. ജെസ്സി ആമേൻ ഡിവൈസിൽ കാണുന്ന ഹല്ലേലൂയ ജെസ്സി ജോബി ആമേൻ സ്തോത്രം. ദൈവത്തിന്റെ ദാസിയോട് ദൈവാത്മാവ് പറയുകയാ, പ്രാർത്ഥനയുടെ ആഴം വർദ്ധിപ്പിച്ചോ, പ്രാർത്ഥനയുടെ ആഴം വർദ്ധിപ്പിച്ചോ. ആ കണ്ണുകൾ കൊണ്ട് അത്ഭുതം കാണാൻ പോകുകയാ, ആ കണ്ണുകൾ കൊണ്ട് അത്ഭുതം കാണാൻ പോകുകയാ. ഹല്ലേലൂയ. ഭവനത്തിന്റെ അകത്തളങ്ങളില് നാളുകളായി ബ്ലോക്ക് ആക്കി കിടക്കുന്നതായ ചില നന്മകളെ ദൈവത്തിന്റെ ആത്മാവ് ഈ നാളുകളെ മടക്കി തരാൻ ആഗ്രഹിക്കുന്നുവെന്ന് പരിശുദ്ധാത്മാവ് വ്യക്തമായി ദാസിയോട് ദൂത് കൈമാറുകയാ. ഹല്ലേലൂയ. രക്തം ജയമെടുക്കുക. ഒരുപക്ഷെ ഏലീശയുടെ ആമേൻ ദാസനായിരിക്കുന്ന ഏകസിക്ക് വളരെ ഭാരം തോന്നി, വേദന തോന്നി. എന്നാൽ ഏലീശ വീണ്ടും പ്രാർത്ഥിച്ചു, ആമേൻ ഏകസിയുടെ കണ്ണൊന്ന് തുറക്കണമെന്ന്. എന്നാൽ ഏകസിയുടെ കണ്ണു തുറന്നപ്പോഴും കണ്ട കാഴ്ചയെന്നാ? ആമേൻ അഗ്നിയശ്വങ്ങളും അഗ്നിരഥങ്ങളും കൊണ്ട് മല നിറഞ്ഞിരിക്കുന്ന ഒരു കാഴ്ച കാണുകയാ. പ്രാർത്ഥിക്കുന്ന ദൈവവൈദ്യരെ, നിന്റെ ഭവനത്തിന് ചുറ്റും ദൈവദൂതന്റെ കാവലിറങ്ങുന്ന പകൽക്കാലമാ. നിന്റെ ഭവനത്തിന് ചുറ്റും ദൂത സംശയഘടങ്ങൾ ഇറങ്ങുന്ന പകൽക്കാലമെന്ന് ദൈവാത്മാവ് പറയുകയാ. ആമേൻ നിന്നെ തൊടേണ്ടതിന്, നിന്നെ തകർക്കേണ്ടതിന്, ആമേൻ നിന്നെ നശിപ്പിക്കേണ്ടതിന് ഓടിയെടുക്കുന്നതായിരിക്കുന്ന ആമേൻ ദുഷ്ട വ്യാപാരങ്ങളുടെ നടുവിലാ ഒരു ദൈവദൂതന്റെ സാന്നിധ്യം വെളിപ്പെടുന്ന പകലെന്ന് പരിശുദ്ധാത്മാവ് വിളിച്ചു പറയട്ടെ. അകത്തളങ്ങളിൽ പ്രാർത്ഥിച്ചോ, അകത്തളങ്ങളിൽ ആരാധിച്ചോ, അകത്തളങ്ങളിൽ മുട്ടുമടക്കിക്കോ. നിനക്ക് വിരോധമായി കയറി വരുന്നതിനെ അന്ധത പിടിപ്പിച്ച് തമ്പുരാൻ ദിശ മാറ്റി വിടുന്ന പകൽക്കാലമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുകയാ. നിന്റെ പ്രോപ്പർട്ടിക്കകത്ത്, നിന്റെ അതിരിനകത്ത്, നിന്റെ ഭവനത്തിനകത്ത് കാലുകുതി നിൽക്കുന്ന ചില അന്ധകാര മണ്ഡലങ്ങളെ, അന്ധകാര വ്യാപാരങ്ങളെ ദൈവത്തിന്റെ ദിശ മാറ്റി വിടുകയാ. യെസ് 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 യെസ്. എത്ര പേർക്ക് ആരാധിക്കാൻ കഴിയുന്നുണ്ട്? യെസ് ഹല്ലേലൂയ. അന്യഭാഷയുള്ളവർ അന്യഭാഷയിൽ ആരാധിച്ചാട്ടെ. യെസ് ഹല്ലേലൂയ. അന്യഭാഷയുള്ളവർ കരമടിച്ച് ആരാധിക്കാൻ പറ്റുന്നവർ കരമടിച്ച് പ്രാർത്ഥിച്ചാട്ടെ, ആരാധിച്ചാട്ടെ. യെസ് യെസ്. ഓറബനക ശംദരെ അടകം ജൂഡമന ഹംദര. ഒരു ദൈവ സാന്നിധ്യം വ്യാപരിക്കട്ടെ, ദൈവ സാന്നിധ്യം വ്യാപരിക്കട്ടെ. പ്രാർത്ഥനയുടെ ഉത്തരം വെളിപ്പെടട്ടെ, പ്രാർത്ഥനയുടെ ഉത്തരം വെളിപ്പെടട്ടെ. ഏലീശയുടെ പ്രാർത്ഥനയുടെ ഉത്തരം അവന്റെ അടുക്കൽ കടന്നു വന്നതുപോലെ പ്രാർത്ഥിക്കുന്ന ദൈവവൈദ്യരെ, നീ ഭയപ്പെടേണ്ട. ഇന്ന് പകൽക്കാലം നീ ധൈര്യപ്പെട. ഇന്ന് പകൽക്കാലം ആത്മാവിൽ നീ എഴുന്നേൽക്ക, ആത്മാവിൽ നീ ചലിക്ക. യെസ്. ഓ റിഗാമന ശംദനാദ റൈദമാന ജൂദറംദലേദിരൈദ അടഗമാന ഹസ്തുരീര ഗംധരേദ ഓറബനബന ബനബ ശംദനാദി ഗംധമന അടഗൽ ഗമന. നീ വായൊന്ന് തുറന്ന, നീ അതരമൊന്ന് തുറന്ന, നീ ഒന്ന് പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനയ്ക്ക് ശക്തി ഉണ്ടെന്ന്, ആ പ്രാർത്ഥനയ്ക്ക് വിടുതൽ ഉണ്ടെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം വ്യക്തമായി ദൂത് പറയുകയാ. പ്രവാചകന് വിരോധമായി കയറി വന്നവർ ഇപ്പൊ എന്തിയേ? പ്രവാചകനെ പിടിക്കാൻ വന്നവർ എന്തിയേ? പ്രവാചകന്റെ പട്ടണം വളഞ്ഞവർ എന്തിയേ? ആമേ പ്രവാചകന് വിരോധമായി എഴുന്നേറ്റവർ എന്തിയേ? അവര് വെറുതെ വന്നതല്ല, രാജാവ് പറഞ്ഞു വിട്ട് വന്നത്. നിന്നെ തകർക്കേണ്ടതിന് ചിലർ പറഞ്ഞു വിട്ടിട്ട് നിനക്ക് നേരെ ഓടി വരുന്നതിനെ തടയിടുവാൻ നിന്റെ പ്രാർത്ഥന കൊണ്ട് സാധിക്കുമെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം വ്യക്തമായി വിളിച്ചു പറയുകയോ.
സൂസൻ ഹല്ലേലൂയ ജേക്കബ്, സൂസൻ ജേക്കബ് കർത്താവിന്റെ ദാസിയോട് ദൈവാത്മാവ് പറയുക, കഴിഞ്ഞ നാളുകളിൽ പ്രാർത്ഥന കൊണ്ട് പലതിനെയും തടയിട്ടതാ. ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകൾ തന്നെ ദാസിയുടെ പ്രാർത്ഥന ആമേൻ പലതിനും വിടുതലായി മാറിയതാ. ഈ നാളുകളിൽ ദൈവത്തിന്റെ ദാസി ദൈവാത്മാവ് വ്യക്തമായി ദൂത് വിളിച്ചു പറയാ, പലപ്പോഴും പ്രാർത്ഥിക്കുവാനും കഴിവില്ലാതെ വേണ്ട, ശരീരത്തിന്മേൽ ക്ഷീണമിട്ടുകൊണ്ട് രോഗമിട്ടുകൊണ്ട് ഭാരമിട്ടുകൊണ്ട് എന്റെ ദാസി ഒതുക്കാൻ നോക്കുന്ന മണ്ഡലങ്ങളുണ്ട്. ഇന്ന് പകൽക്കാലം ആത്മാവിൽ എഴുന്നേറ്റോളാം. ദൈവാത്മാവ് പറയുകയാ, കഴിഞ്ഞ കാല കൃപയല്ല കേട്ടോ, കഴിഞ്ഞ കാല വെളിപ്പാടല്ല, കഴിഞ്ഞ കാല പ്രാർത്ഥനയല്ല, പ്രാർത്ഥനയുടെ ഹല്ലേലൂയ ശക്തിയെ ഈ നാടുകൾ ദൈവം വർദ്ധിപ്പിച്ച് കഴിഞ്ഞ കാലങ്ങളിലേക്കാൾ ഉപരിയായി എതിരെ കയറി വരുന്നതിനെ പ്രാർത്ഥനയിൽ തടയിടുവാനുള്ള ശക്തി കർത്താവിന്റെ ദാസിക്ക് കൈമാറുന്ന പകലെന്ന് ദൈവാത്മാവിൽ വിളിച്ചു പറയുകയാ. ശവനം ധമനം ധൂടകരം ധം ജീവലവലവ ശംദലവൗടെ ആരവനഗനാധം സകരാധക ജൂഡവറംധന ജീവലവലവ ശംദലവൗട റീബദർ സൂമാണെന്ന് ഹല്ലേലൂയ. നിങ്ങൾ ആരും കരുതി ഹല്ലേലൂയ സ്തോത്ര ആമേൻ ഹല്ലേലൂയ എന്താ ഇതൊരു സൂം മീറ്റിംഗ് അല്ലേ, ഒരു സൂം പ്ലാറ്റ്ഫോം അല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് ആരും ഹല്ലേലൂയ മൗനമായിരിക്കരുത്. ആമേൻ വചനത്തെ ഏറ്റെടുത്തുകൊണ്ട് ശക്തിയോടെ ആരാധിച്ച് ആമേൻ ഇന്ന് പകൽക്കാലം ജയമെടുക്കാൻ ദൈവത്തിന്റെ ആത്മാവ് പറയുകയാ. ഡിവൈസിൽ കാണുന്ന ഹല്ലേലൂയ ആമേൻ സ്തോത്ര ലിസി ജോൺ ഹല്ലേലൂയ കായംകുളം ആമേൻ കർത്താവിന്റെ ദാസി ദൈവാത്മാവ് പറയുകയാ, എഴുന്നേക്ക് ചില ദൂരയാത്ര ചെയ്യാനുണ്ട്, ശുശ്രൂഷയുടെ അളവ് വർദ്ധിക്കാൻ പോകുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുകയാ. അനേകരോട് ദൂത് പറയേണ്ട നാവാണ് ദൈവദാസിയുടെ നാവെന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുകയാ. ഹല്ലേലൂയ രക്തത്താൽ ജയമെടുക്കുക. ആമേൻ ശുശ്രൂഷയുടെ ആധിക്യമുണ്ട്, ഒരു ശുശ്രൂഷയുടെ അളവുണ്ട്, ഒരു ശുശ്രൂഷയുടെ ശക്തിയുണ്ട്. എന്നാൽ പലപ്പോഴും പിരിമുറുക്കം ഹല്ലേലൂയ നമ്മുടെ ശരീരത്തെ മനസ്സിനെയും ഒതുക്കി നിർത്തി ഹല്ലേലൂയ വായ് തുറക്കാൻ കഴിവില്ലാതെ വണ്ണം നമ്മളെ പിടിച്ച് ഒതുക്കുന്ന ചില ശക്തികളുണ്ട്. ഇന്ന് പകൽക്കാലം ആരാധിപ്പല കേട്ടുപൊട്ടി പുറത്തു വരുമെന്ന് ദൈവാത്മാവ് പറയുക. പ്രവചനാത്മാവിന്റെ ദൂത്, പ്രവചനാത്മാവിന്റെ ശക്തി ആ നാവിന്റെ മേൽ ദൈവം ഇന്ന് പകൽക്കാലം നൽകി തരുന്നു. യെസ് അവൻ ഏലീശയുടെ പ്രാർത്ഥനയുടെ മറുപടി ആമേൻ ദൈവം കൊടുത്തു. അവന് വിരോധമായി കയറി വന്നതിനെ അന്ധത പിടിപ്പിക്കുക മാത്രമല്ല ദിശ മാറ്റിവിട്ട് ദൈവം ഏലീശയെ അനുഗ്രഹിച്ചു. ഹല്ലേലൂയ ആമേൻ രക്തത്താൽ ജയമെടുക്കുക. വീണ്ടും നമുക്ക് വായിക്കാം ആമേൻ സ്തോത്രം. 1 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം. 1 ദിനവൃത്താന്തം 4:10. യബ്ബേസ് ഇസ്രായേലിന്റെ ദൈവത്തോട്, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എന്റെ അതിര് വിസ്താരമാക്കുകയും നിന്റെ കൈ എന്നോട് കൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളായിരുന്നു എന്ന് അപേക്ഷിച്ചു. അവൻ അപേക്ഷിച്ചു നൽകി. ആമേൻ സ്തോത്രം. യബ്ബേസിന്റെ പ്രാർത്ഥനയുടെ മറുപടിയാണ് നമുക്ക് ഇവിടെ വായിച്ചു കേൾക്കുവാനായിട്ട് ഇടയായി തീർന്നത്. യബ്ബേസ് എന്താ ദൈവത്തോട് പ്രാർത്ഥിച്ചത്? നിന്റെ കൈ എന്നോട് കൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ വേണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളാമായിരുന്നു. സ്തോത്രം ഹല്ലേലൂയ. 1 നീ എന്നെ അനുഗ്രഹിക്കണം. 2 നീ എന്റെ അതിര് വിശാലമാക്കണം. 3 നിന്റെ കൈ എന്നോട് കൂടെ ഇരിക്കണം. 4 ആമേൻ അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരരുത്. 5 എന്നെ കാക്കണം. ഹല്ലേലൂയ. 5 കൂട്ടം കാര്യങ്ങളാണ് യബ്ബേസ് ദൈവത്തോട് പറഞ്ഞത്. ഹല്ലേലൂയ. അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി. ഹല്ലേലൂയ. ആമേൻ തൻ വ്യസനപുത്രനായിട്ടാണ് ഈ ഭൂമിയിലേക്ക് യബ്ബേസ് ജനിച്ചതെങ്കിലും സഹോദരന്മാരെ കഴിഞ്ഞ് മാന്യനാണെന്ന് വേദപുസ്തകം പറയുകയാ. അതുകൊണ്ട് യബ്ബേസിന്റെ പ്രാർത്ഥനയുടെ നടുവില് ദൈവത്തിന് മറുപടി കൊടുക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. യബ്ബേസ് അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി. ഒന്നാമതായിട്ട് യബ്ബേസ് പറഞ്ഞു, 1 നീ എന്നെ അനുഗ്രഹിക്കണമേ. സ്തോത്ര ആമേൻ. 2 എന്റെ അതിരുകളെ വിശാലമാക്കണമേ. ഓ റിഗനക ശാന്തരെ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ പറയട്ടെ, ദൈവം പ്രാർത്ഥിക്കുന്നവനെ അനുഗ്രഹിക്കും. എത്ര പേര് ദൈവാനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്? എത്ര പേര് ദൈവാനുഗ്രഹത്തിന് വേണ്ടി ദൈവത്തോട് നിലവിളിക്കുന്നുണ്ട്? നിശ്ചയമായും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്ന പകലാണ്. ശാപത്തിന്റെ അനുഭവങ്ങള്, വ്യസനത്തിന്റെ അനുഭവങ്ങള്, ദുഃഖത്തിന്റെ അനുഭവങ്ങള് നിന്നെ വിട്ടു മാറുമെന്ന് പരിശുദ്ധാത്മാവ് പറയുകയാ. വ്യസനപുത്രനായി ആമേൻ ഭൂമിയിലേക്ക് ജനിച്ചവനെ ദൈവം അനുഗ്രഹിച്ചതുപോലെ, ദൈവം മാനിച്ചതുപോലെ, ഒരുപക്ഷെ നീ ഒരു വ്യസനപുത്രനാണെന്ന്, നീ ജനിച്ചതിന് ശേഷം നിന്റെ ഭവനത്തിനകത്ത് അവൻ ഒരു ഗുണവുമില്ലെന്ന് മറ്റുള്ളവർ നിന്നെ കുറിച്ച് പറയാ. പക്ഷേ ദൈവത്തിന്റെ ആത്മാവ് വളരെ വ്യക്തമായിട്ട് വിളിച്ചു പറയുകയാ, വ്യസനപുത്രൻ എന്ന പേര് കേട്ടവനെ ദൈവം അനുഗ്രഹിച്ചെങ്കില് ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിന്റെ ഭവനത്തിനകത്ത് നീ ഒരു വേദനയാണെങ്കിൽ
ഒരു ദുഃഖമാണെങ്കിൽ, നീ ഒരു വ്യസനമാണെങ്കിൽ, ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് പറയുക, നിന്റെ മേൽ വ്യാപരിക്കുന്ന ചില ശാപത്തിന്റെ അനുഭവങ്ങളെ ദൈവത്തിന്റെ ആത്മാവ് എടുത്തു മാറ്റിയിട്ട് നിന്നെ അനുഗ്രഹിക്കുന്ന പകൽക്കാലമാണ്. നാട്ടുകാരും വീട്ടുകാരും ചർച്ചുകാരും സഭക്കാരും ദേശക്കാരും ഒക്കെ പറയും നീ ഒരു ശാപമാണെന്ന്. ഹല്ലേലൂയ, നിന്നെ കൊണ്ടൊന്നിനും കൊള്ളത്തില്ലെന്ന്. എന്നാൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് പറയുകയാണ് ഒരിക്കലും സാധിക്കത്തില്ലെന്ന്. ഹല്ലേലൂയ, ഒരിക്കലും നടക്കത്തില്ലെന്ന്. ആമേ ശാപമാണെന്ന് പറഞ്ഞവരുടെ നടുവിൽ ദൈവം നിന്നെ മാനിക്കാൻ പോകുകയാ. സ്തോത്രം. ഹല്ലേലൂയ. ഡിവൈസിൽ കാണുന്ന ശോഭ, ഹല്ലേലൂയ, ആമേ രക്തത്താൽ ജയമെടുക്കുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്റെ ദാസിയോട് ദൈവാത്മാവിൽ പറയാൻ പോകുകയാ. ആമേ ദൈവം നിന്നെ അനുഗ്രഹിച്ച് നിന്റെ വഴികളെ വിശാലമാക്കാൻ പോകുകയാ. ഹല്ലേലൂയ. അനുഗ്രഹത്തിന്റെ ചില പാതകളിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ എടുത്തുയർത്താൻ പോകുന്നുവെന്ന് ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായിട്ട് ദൂത് പറയുകയാ. റിഗനെ രഗതന ധൂടക അടകൽ കമന ശാപത്തിന്റെ കെട്ടുകൾ മാറട്ടെ, അനുഭവങ്ങൾ മാറട്ടെ, ആമേ ശാപത്തിന്റെ അവസ്ഥകൾ മാറട്ടെ. ഒരു ദൈവത്തിന്റെ അനുഗ്രഹം, ദൈവാനുഗ്രഹം നിന്റെ മേൽ വെളിപ്പെടുകയാ. അടുത്തത്, നീ എന്റെ അതിരുകളെ വിശാലമാക്കണമേ, അതിരുകളെ വിശാലമാക്കണമേ. ഓ രക്തത്താൽ ജയമെടുക്കുക. അതിര് വിശാലമാകണമെന്ന് പ്രാർത്ഥിക്കുന്ന അനേകർ ഇതിനകത്തുണ്ട്. ആമേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, ശക്തമായി പ്രാർത്ഥിച്ചോ, നിന്റെ അതിരുകളെ ദൈവം വിശാലമാക്കാൻ പോകുകയാ. നിന്നെ ഒതുക്കി നിർത്തിയ മണ്ഡലങ്ങള് നിനക്ക് ദൂഷണ ബൗണ്ടറി വെച്ച് ഒരു അതിരി വെച്ച് ഇവിടെ വരെ മതി, ഇവിടെ വരെ മതി, നിന്റെ വിദ്യാഭ്യാസം ഇവിടെ വരെ മതി, നിന്റെ സാലറി ഇവിടെ വരെ മതി, നിന്റെ ജോലി ഇവിടെ വരെ മതി, നിന്റെ തലമുറ ഇവിടെ നിന്നാ മതി, നിന്റെ ശുശ്രൂഷ ഇത്രത്തോളം മതി, നിന്റെ മിനിസ്ട്രിക്ക് ഇത്രയും മതി എന്ന് പറഞ്ഞ നിനക്ക് അതിരി വെച്ച മണ്ഡലങ്ങളെ ദൈവം ഇന്ന് പകൽക്കാലം വിശാലതയിലേക്ക് എടുത്തുയർത്താൻ പോകുന്നുവെന്ന് ദൈവാത്മാവ് പറയുകയാ. ദേവയാന്റി പരിശുദ്ധാത്മാവ് പറയുകയാ. അനുഗ്രഹിക്കപ്പെട്ട ഒരു വിശാലതയുടെ വഴി തന്റെ ദാസിക്ക് വേണ്ടി തുറക്കാൻ പോകുകയാ. ഈ ഗ്രൂപ്പിനെ ദൈവം ഇന്റർനാഷണൽ ഗ്രൂപ്പാക്കി മാറ്റുക മാത്രമല്ല, പ്രശസ്തരും പ്രഗത്ഭരുമായവരെ ദൈവത്തിന്റെ ആത്മാവ് ഇതിന് നടുവിലേക്ക് അയച്ച് ദൈവിക ദൂതുകൾ കൈമാറാൻ പോകുന്നുവെന്ന് പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശുശ്രൂഷ സംബന്ധിച്ചുള്ള യാത്രകൾ ദൈവാത്മാവ് നൽകി തരാൻ പോവുക കേട്ടോ. ഹല്ലേലൂയ. അതിരുകൾ വിശാലമാകാൻ പോകുക. കടന്നു പോകാത്ത രാജ്യങ്ങൾ, കടന്നു പോകാത്ത ദേശങ്ങളിലേക്ക് തന്റെ ദാസിയ ദൈവത്തിന്റെ ആത്മാവ് ഈ നാളുകൾ അയക്കാൻ പദ്ധതിയുണ്ടെന്ന് പരിശുദ്ധാത്മാവിനാൽ ദൂത് കൈമാറുകയാണ്. ശബരം ധൂടക റംധന ദീവന വലവന ബൗഡവ ഓ റീഗാനഗദന ധൂരക റംധന ദീവൽ ഖമന അടഗമനഗദന ധൂടവ റംധന ദീവന വലവ ശബ്ദനാദകൽ ഖമ അടഗേ രഗന. ഞാൻ എന്നും ഇവിടെ തന്നെ നിൽക്കാനാണോ? എനിക്കൊരു വിശാലതയില്ല എന്ന് ഇന്നലെ നീ ദൈവത്തോട് ചോദിച്ചില്ലേ? കഴിഞ്ഞ ദിവസങ്ങൾ ദൈവത്തോട് നിലവിളിച്ചില്ലേ? എന്നാൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് പറയുക വിശാലതയുണ്ട്. ഹല്ലേലൂയ. ആമേ ജോയമ്മ വർഗീസ്, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് കർത്താവിന്റെ ദാസിയോട് പറയുക കേട്ടോ. ആമേൻ ഇന്നലകളുടെ അനുഭവമല്ല, നാളുകളെ ദൈവം വിശാലതയിലേക്ക് നയിക്കാൻ പോകുകയാ. ഉടകൽ ഗമന. പലപ്പോഴും ഒരു കുട്ടിയുടെ വട്ടപ്പാടി കെട്ടിയിട്ട കഴുതയെ പോലെ അനങ്ങുവാൻ കഴിവില്ലാതെ, ചലിക്കാൻ കഴിയാതെ, മുന്നോട്ട് ഗമിക്കാൻ കഴിയാതെ ആമേൻ കെട്ടിയിട്ട അനുഭവങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ ആ അനുഭവങ്ങളെ ദൈവാത്മാവ് ഇന്ന് അറുത്തു മാറ്റുന്നുവെന്ന് പരിശുദ്ധാത്മാവ് പറയുകയാ. കാലടികൾ മുന്നോട്ട് വെക്കാൻ പോകുകയാ, യവനങ്ങൾ മുന്നോട്ട് നയിക്കാൻ പോകുകയാ. വിശാലതയുടെ അനുഭവത്തിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് നയിക്കാൻ പോകുകയാ. നിന്റെ അതിരുകൾ വിശാലമാക്കുന്ന പകലെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. എത്ര പേർക്ക് ആരാധിക്കാൻ കഴിയുന്നുണ്ട്? ഒരിക്കലും നിന്റെ അതിര് വിശാലമാകത്തില്ലെന്ന്, എപ്പോഴും നീ ഒതുങ്ങി നിൽക്കുമെന്ന്, എപ്പോഴും നീ ഒതുങ്ങി തന്നെ കഴിയുമെന്ന് വാദിച്ചവരുടെ നടുവിൽ, വെല്ലുവിളിച്ചവരുടെ നടുവിൽ, പരിഹസിച്ചവരുടെ നടുവിൽ നിന്റെ അതിരുകളെ തമ്പുരാൻ വിശാലമാക്കാൻ പോകുന്നുവെന്ന് ദൈവാത്മാവിൽ പറയാൻ ആഗ്രഹിക്കുകയോ? സ്തോത്രം. അവൻ അടുത്തത്, എന്റെ അതിര് വിശാലമാകണം. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. നിന്റെ കൈ എന്നോട് കൂടെ ഇരുന്ന അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ വണ്ണം കാക്കണം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് പറയാ, യഹോവയുടെ കരം നിന്നോട് കൂടെയുണ്ട്. അതുകൊണ്ട് അനർത്ഥം നിനക്ക് വ്യസനത്തിന് കാരണമായി തീരാത്തത്. രക്തം ചെയ്യാം. എത്രയെത്ര വാഹനാപകടങ്ങൾ വന്നു, എത്രയെത്ര വീഴ്ചകൾ കടന്നു വന്നു, എത്രയെത്ര പ്രതിസന്ധികൾ കടന്നു വന്നു. തകർന്നു പോകാത്തതിന് കാരണം എന്താ? ആമേൻ. അനർത്ഥം ഹല്ലേലൂയ വഴിമാറിയതിന് കാരണം എന്താ? യഹോവയുടെ കരം നിന്നോട് കൂടെ ചലിക്കുന്നത് കൊണ്ട് വാഹനത്തിൽ വെച്ച് തകർത്ത് കളയുവാൻ, വഴിമധ്യെ തകർത്ത് കളയുവാൻ, ഭവനത്തിനകത്ത് നിലവീഴ്ച വീണ് തകർത്ത് കളയുവാൻ, ആമേൻ രോഗിയായി കിടപ്പിലാക്കി എഴുന്നേൽക്കാതെ വേണം
അവിടെ വെച്ച് നശിപ്പിക്കുവാൻ ശത്രു കല്ലെറിയിട്ട പദ്ധതികളെ, ആ അനർത്ഥത്തിന്റെ അനുഭവങ്ങളെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം എടുത്തു മാറ്റിയിരിക്കുന്ന ദൈവാത്മാവ് പറയുകയാ. ഡിവൈസിൽ കാണുന്ന ലാലി ഹല്ലേലൂയ തന്റെ ദാസിയോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയട്ടെ, അനർത്ഥങ്ങൾ അസംഖ്യമായി ആമെ കേറി വന്ന ദിവസങ്ങളും ദിനങ്ങളുമില്ലേ, ആമെ കണ്ണുനീര് വാരിയറിഞ്ഞ ദിവസങ്ങളില്ലേ. എന്നാൽ ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് പറയട്ടെ, യഹോവയുടെ കരം തന്റെ ദാസി ഇരിക്കുന്നിടത്ത് ചലിക്കുന്നുണ്ട്, യഹോവയുടെ കരം കൂടെയുണ്ട്, അതുകൊണ്ടാണ് അനർത്ഥം വഴിമാറിയതെന്ന് പരിശുദ്ധാത്മാവ് പറയുകയാ. ഓടമന ഗതുരേ ദിഗൽഖമന സംധരേ ആമേൻ. ഒന്നിന് പിറകെ ഒന്നായി അവൻ എന്നെ കേൾക്കുന്ന ദൈവദാസിമാരെ, ഓടിയെടുത്ത അനർത്ഥങ്ങളുടെ നടുവിൽ നിന്ന് ദൈവത്തിന്റെ സാന്നിധ്യം നിന്നോട് കൂടെ ഇരുന്നത് കൊണ്ട് തമ്പുരാൻ നിന്നെ മാനിച്ചെന്ന്, തമ്പുരാൻ നിന്നെ വിടുവിച്ചെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം വ്യക്തമായി പറയുകയാണ്. സ്തോത്രം. അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ വണ്ണമിനെ കാക്കുകയും ചെയ്താൽ കൊള്ളാമായിരുന്നു. അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി. സ്തോത്രം, സ്തോത്രം. യബേസ് അപേക്ഷിച്ചതിനെ, യബേസ് ദൈവത്തോട് പ്രാർത്ഥിച്ചതിനെ ദൈവം അവന് നൽകി. കണ്ടോ? യെസ്. അപ്പോൾ ഇന്ന് പകൽക്കാലം ഒരു കാര്യം വ്യക്തമായി പറയാം, ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. സെക്കറിയാവിന്റെ പ്രാർത്ഥനയുടെ മറുപടി അവന്റെ തലമുറയായിരുന്നു. ഏലീശയുടെ പ്രാർത്ഥനയുടെ മറുപടി അവന് വിരോധമായി ഓടിയെടുത്ത് നീങ്ങിപ്പോവുകയായിരുന്നു. എബേസിന്റെ പ്രാർത്ഥനയുടെ മറുപടി അവന്റെ അതിര് വിശാലമായി. ഹല്ലേലൂയ. അവൻ അനുഗ്രഹം പ്രാപിച്ചു. പ്രൈസ് ദി ലോർഡ്. അനർത്ഥം വ്യസന കാരണമായി തീരാതെ വണ്ണം ദൈവം അവനെ സൂക്ഷിച്ചു. ഇന്ന് പകൽക്കാലം ദൈവാത്മാവിൽ പറയട്ടെ, അനർത്ഥം വഴിമാറുന്ന പകൽക്കാലമാ, വ്യസനം വഴിമാറുന്ന പകൽക്കാലമാ, ദുഃഖം വഴിമാറുന്ന പകൽക്കാലമാ, മാന്യമായ പദവിയിലേക്ക് നിന്നെ ദൈവം എടുത്തുയർത്തുന്ന പകൽക്കാലമാ, ദൈവം നിന്നോട് കൂടെ ഇരിക്കുന്ന പകൽക്കാലമാ. നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകി, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകി ദേശത്തിനെ മാനിക്കുന്ന പകൽക്കാലമാ. യെസ്. രക്തം ജയം, രക്തം ജയം, രക്തം ജയം, രക്തം ജയം, രക്തം ജയം. വായിക്കാം അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 12:4. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 12:4. അവനെ പിടിച്ച ശേഷം പെസഹ കഴിഞ്ഞിട്ട് ജനത്തിന്റെ മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ച് തടവിലാക്കി അവനെ കാപ്പാൻ 4 ചേവകരുള്ള 4 കൂട്ടത്തിനെ ഏൽപ്പിച്ചു. ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടെ അവന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു പോന്നു. യെസ്, സഭ ശ്രദ്ധയോടെ അവന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചു. താഴോട്ട് വായിച്ചു. ഹെരോദാവ് അവനെ ജനത്തിന്റെ മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ചതിന്റെ തലേ രാത്രിയിൽ പത്രോസ് 2 ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവനായി 2 പടയാളികളുടെ നടുവിൽ ഉറങ്ങുകയായിരുന്നു. വാതിലിന്റെ മുമ്പിൽ കാവൽക്കാർ കാരാഗ്രഹം കാത്തുകൊണ്ടിരുന്നു. പെട്ടെന്ന് കർത്താവിന്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി. അറയിൽ ഒരു വെളിച്ചം പ്രകാശിച്ചു. അവൻ പത്രോസിനെ വിലാപ്പുറത്ത് തട്ടി വേഗം എഴുന്നേൽക്ക എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. ഉടനെ അവന്റെ ചങ്ങല കൈമേൽ നിന്ന് വീണുപോയി. ദൂതൻ അവനോട് അരകെട്ടി ചെരുപ്പിട്ട് മുറുക്കുക എന്ന് പറഞ്ഞു. അവൻ അങ്ങനെ ചെയ്തു. നിന്റെ വസ്ത്രം പുതച്ച് എന്റെ പിന്നാലെ വരിക എന്ന് പറഞ്ഞു. അവൻ പിന്നാലെ ചെന്നു. ദൂതൻ മുഖാന്തരം സംഭവിച്ചത് വാസ്തവമെന്നറിയാതെ താൻ ഒരു ദർശനം കാണുന്നു എന്ന് നിരൂപിച്ചു. അവർ 1-ാം കാവലും 2-ാമത്തേതും കടന്നു പട്ടണത്തിൽ ചെല്ലുന്ന ഇരുമ്പുവാതിൽക്കൽ എത്തി. അതവർക്ക് സ്വതവേ തുറന്നു. അവർ പുറത്തിറങ്ങി. മതി. പത്രോസിനെ പിടിച്ച് ഹല്ലേലൂയ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് സ്തോത്രം ഹല്ലേലൂയ കാരാഗ്രഹത്തിനകത്ത് കിടക്കുമ്പോൾ സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം. നമ്മൾക്ക് വചനം വായിച്ചപ്പോഴേ മനസ്സിലായി സഭയുടെ പ്രാർത്ഥനയുടെ വിടുതൽ ആമേൻ ഹല്ലേലൂയ അവിടെ ലഭിച്ചു കഴിഞ്ഞു. രക്തത്താൽ ജയമെടുക്കുകയാണ്. ഹല്ലേലൂയ. സഭ എന്താണ് പ്രാർത്ഥിച്ചത്? ആമേൻ ഹല്ലേലൂയ. തങ്ങളുടേതായിരിക്കുന്ന അല്ലെങ്കിൽ തങ്ങളോട് കൂടെ നിന്ന ഞങ്ങളുടെ അപ്പോസ്തലനായിരിക്കുന്ന പത്രോസിനെ വിടുവിക്കണമെന്ന സഭയുടെ പ്രാർത്ഥന ദൈവകരങ്ങളിലേക്ക് എത്തപ്പെട്ടപ്പോൾ കാരാഗ്രഹത്തിന്റെ അകത്തളങ്ങളിലേക്ക് ദൈവത്തിന്റെ ദൂതർ ഇറങ്ങുകയാ. സ്തോത്രം. 2 പടയാളികൾ നടുവിൽ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടവനായി ഉറങ്ങുന്നതായിരിക്കുന്ന പത്രോസിന്റെ വിലാപ്പുറത്തു തട്ടി ആമേൻ ദൂതൻ പറയാ, നീ വേഗം എഴുന്നേൽക്കുക. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആമേൻ. ബന്ധിക്കപ്പെട്ട് കിടക്കുന്നവന്റെ ബന്ധനങ്ങളെ അഴിക്കാനുള്ള പവർ പ്രാർത്ഥനയ്ക്കുണ്ടെന്ന് ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് വിളിച്ചു പറയുകയാ. നീ ഏതൊക്കെ മേഖലകളിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന അനുഭവങ്ങൾക്കകത്താണോ ഇന്ന് പകൽക്കാലം ഈ മീറ്റിംഗിൽ കയറിയിരിക്കുന്നത്? പരിശുദ്ധാത്മാവ് പറയട്ടെ,
പ്രാർത്ഥന ഇന്ന് പകൽക്കാലം നിന്റെ ബന്ധനങ്ങൾ കഴിവ് സംഭവിക്കുകയാ. യെസ്, എത്ര പേർക്ക് ശക്തിയോടെ ആരാധിക്കാൻ കഴിയുന്നുണ്ട്? റോസമ്മ, ഹല്ലേലൂയ, ഡിവൈസിൽ കാണുന്ന റോസമ്മ ദൈവത്തിന്റെ ദാസിയോട് ദൈവാത്മാവിൽ ദൂത് പറയുകയാ. ഇന്ന് പകൽക്കാലം ചില ബന്ധനങ്ങൾ അഴിയപ്പെടുകയാ, ചില കേട്ടുകൾ അഴിയപ്പെടുകയാ. സഭയുടെ പ്രാർത്ഥനയുടെ ശക്തി കാരാഗ്രഹത്തിനകത്ത് ദൈവത്തിന്റെ ദൂതൻ വെളിപ്പെട്ട് പത്രോസിന്റെ മേൽ പത്രോസിന്റെ വിലാപ്പുറം തട്ടിയപ്പോൾ അവന്റെ ചങ്ങലകൾ അഴിഞ്ഞു മാറി, അവൻ വിടിവിക്കപ്പെട്ടതുപോലെ നിനക്ക് വിരോധമായി ദേശം കെട്ടിയ ചില കെട്ടുകള്, നിനക്ക് വിരോധമായി പൈശാചിൻ കെട്ടിയ കെട്ടുകള് ഇന്ന് പകൽക്കാലം ദൈവാത്മാവിനാൽ അഴിയപ്പെടുന്ന പകൽക്കാലമെന്ന് പരിശുദ്ധാത്മാവിനാൽ പറയട്ടെ. ഒരിക്കലും പുറത്തിറങ്ങരുത്, ഒരിക്കലും നീ പുറത്തു പോകരുത്, ഒരിക്കലും നിന്റെ യാത്ര സഫലമാകരുത്, ഒരിക്കലും നിന്റെ വാഗ്ദത്തം പ്രാപിക്കരുത്, ഒരിക്കലും ശുശ്രൂഷ വെളിപ്പെടരുത്. നീ എന്ന് മകത്തളങ്ങളിൽ മാത്രം ഇരിക്കണമെന്ന് പറഞ്ഞ് നിന്റെ ശരീരമണ്ഡലങ്ങൾക്ക് വിരോധമായി, നിന്റെ മിനിസ്ട്രിക്ക് വിരോധമായി, നിന്റെ ഭവനത്തിന് വിരോധമായി, നിന്റെ തലമുറയ്ക്ക് വിരോധമായി, നിന്റെ ഭാവിക്ക് വിരോധമായി, നിന്റെ ജോലിക്ക് വിരോധമായി ബന്ധിച്ച ബന്ധനങ്ങളെ ഇതുവരെ പ്രാർത്ഥനയുടെ ശക്തി കൊണ്ട് ദൈവം വഴിക്കണമെന്ന് ദൈവം വിളിച്ചു പറയാ. യെസ്, ആരാധിക്കാൻ കഴിയുന്നുണ്ട്? എത്ര പേർക്ക് ആരാധിക്കാൻ കഴിയുന്നുണ്ട്? ആമേ, പ്രാർത്ഥനയുടെ ശക്തി കൊണ്ട് പത്രോസിന്റെ ബന്ധനം വഴിഞ്ഞതുപോലെ ഇന്ന് മകളെ കാണുന്ന ബന്ധനങ്ങൾ കഴിവ് സംഭവിക്കുന്നു. രക്തം ജയമെടുക്കുക, രക്തം ജയമെടുക്കുക. 4 ചേവകരുള്ള 4 കൂട്ടത്തിന് പത്രോസിനെ ഏൽപ്പിച്ചു കൊടുത്തതാ. എന്നാൽ ദൂതൻ ഇറങ്ങി വന്നപ്പോൾ 1-ാം കാവലും തുറന്ന് 2-ാം കാവലും തുറന്ന് ഇരുമ്പ് വാതിക്കൽ എത്തിയപ്പോൾ അതവർക്ക് സ്വതവേ തുറന്നു. പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലേ, ആമേ, പ്രാർത്ഥനയുടെ ശക്തി നിന്റെ ബന്ധനം അഴിക്കുക മാത്രമല്ല കേട്ടോ, നിനക്ക് മുമ്പിൽ കൊട്ടിയടക്കപ്പെട്ട ചില വാതിലുകൾ തുറക്കുന്ന പകലെന്ന് പരിശുദ്ധാത്മാവ് പറയുകയാ. ഹല്ലേലൂയ. നിനക്ക് വിരോധമായി ഹേരോദാവ് പൂട്ടിയ ചില പൂട്ടുകള്, ചില സാക്ഷകള് പ്രാർത്ഥനയുടെ ശക്തി കൊണ്ട് ഇന്ന് പകൽക്കാലം തുറക്കുന്നുവെന്ന് ദൈവാത്മാവിൽ പറയട്ടെ. പത്രോസിന് വിരോധമായി ആമെ ബന്ധിച്ച ചില സാക്ഷകള്, പൂട്ടിയ ചില പൂട്ടുകള്, ആമെ പൂട്ടിയ ചില വാതിലുകള് തുറന്നു വന്നുവെങ്കില് ഇന്ന് പകൽക്കാലം ആമേ നിനക്ക് വിരോധമായി കൊട്ടിയടക്കപ്പെട്ട ചില വാതിലുകളെ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽക്കാലം തുറക്കുന്നു. യെസ്, ആമേ, ചില വാതിൽ തുറക്കുക, ആത്മാവിൽ വ്യക്തമായി കാണുകയാ. ചില വ്യക്തികൾക്ക് വിരോധമായി ആമേ പൂട്ടിക്കിടന്ന ചില ഗേറ്റുകളെ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായി 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 തുറക്കുന്നുവെന്ന് ദൈവാത്മാവിൽ പറയാൻ ആഗ്രഹിക്കുകയാ. വലിയൊരു പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഈ സൂമനകത്ത് ഇന്ന് പകൽക്കാലം വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാ. അല്ല, പ്രാർത്ഥനയുടെ ശക്തി നിന്റെ ബന്ധനങ്ങളെ അഴിയുക മാത്രമല്ല, നിന്റെ വാതിലുകൾ തുറക്കപ്പെടാൻ പോകുകയാ. അടകം ചൂടക റംസന് അടകൽ ഖമന 1-ാം കാവലും 2-ാം കാവലും കടന്ന് ഇരുമ്പ് വാതിക്കൽ എത്തിയപ്പോൾ അത് സ്വതവേ തുറക്കുകയാ, അത് സ്വതവേ തുറക്കുകയാ. ഹല്ലേലൂയ. രക്തം ജയമെടുക്കുകയാ. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധ പറയട്ടെ, പ്രാർത്ഥന ഹല്ലേലൂയ ആമേൻ നിന്റെ ബന്ധനങ്ങളെ പൊട്ടിച്ച് നിന്നെ പുറത്തു കൊണ്ടുവന്ന് നീ കടന്നു പോകേണ്ട ദിശകളിലേക്ക് നിന്നെ നയിക്കുമെന്ന് ദൈവാത്മാവ് പറയുകയാ. ഹല്ലേലൂയ. നീ കടന്നു പോകേണ്ട മേഖലകളിലേക്ക്, നീ കടന്നു പോകേണ്ട മണ്ഡലങ്ങളിലേക്ക്, നീ കടന്നു പോകേണ്ട സ്ഥാനങ്ങളിലേക്ക് ഈ പ്രാർത്ഥനയുടെ ശക്തി നിന്നെ നയിക്കാൻ പോകുന്നുവെന്ന് പരിശുദ്ധാത്മാവിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം, 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 സ്തോത്രം. അതിലോട്ടുള്ള ഭാഗം നമ്മൾ വായിക്കുമ്പോൾ 12-ാമത് വാക്യം, ആമേ, 12-ാമത് വാക്യം വേഗം ഒന്ന് വായിക്കാം. 12-ാമത് വാക്യം. ഇങ്ങനെ ഗ്രഹിച്ച ശേഷം അവൻ മർക്കോസ് എന്ന മറുപേരുള്ള യോഹന്നാന്റെ അമ്മ മറിയയുടെ വീട്ടിൽ ചെന്നു. അവിടെ അനേകർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവർ പടിപ്പുരവാതിക്കൽ മുട്ടിയാറെ രോധ എന്നൊരു ബാല്യക്കാരത്തെ വിളി കേൾപ്പാൻ അടുത്തു വന്നു. പത്രോസിന്റെ ശബ്ദം തിരിച്ചറിഞ്ഞു. സന്തോഷത്താൽ പടിവാതിൽ തുറക്കാതെ അകത്തേക്ക് ഓടി പത്രോസ് പടിപ്പുരയ്ക്കൽ നിൽക്കുന്നു എന്ന് അറിയിച്ചു. അവർ മതി. ഹല്ലേലൂയ. മറിയയുടെ വീട്ടിനകത്ത് പ്രാർത്ഥനയുടെ മറുപടി വാതിക്കൽ നിന്ന് മുട്ടുകയാ. സ്തോത്രം. എത്ര പേർക്ക് മനസ്സിലായി? എത്ര പേർക്ക് മനസ്സിലായി? എത്ര പേർക്ക് മനസ്സിലായി? രക്തം ജയം, രക്തം ജയം, രക്തം ജയം. നിന്റെ പ്രാർത്ഥനയുടെ മറുപടി നിന്റെ ഡോറെ മുട്ടുന്നുവെന്ന്. ഹല്ലേലൂയ.
സ്തോത്രം. ആമേൻ. അകത്തിരുന്ന് മറിയയുടെ വീട്ടിനകത്തിരുന്ന് പ്രാർത്ഥിച്ചവർക്ക് പോലും വിശ്വസിക്കാൻ പ്രയാസം തോന്നി. പ്രാർത്ഥനയ്ക്ക് ഇത്രയ്ക്ക് പവർ ഉണ്ടോ, പ്രാർത്ഥനയ്ക്ക് ഇത്രയ്ക്ക് ശക്തിയുണ്ടോ എന്നവരെ ഉള്ളം കൊണ്ട് അവര് തോന്നിപ്പോകത്തക്ക നിലവാരത്തില് ദൈവപ്രവൃത്തി വെളിപ്പെട്ടെങ്കിൽ സഭയുടെ പ്രാർത്ഥനയുടെ മറുപടി വാദിക്കൽ നിന്ന് മുട്ടുകയാ. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവദാസിമാരെ, ദൈവദാസന്മാരെ, നിന്റെ പ്രാർത്ഥനയുടെ മറുപടി നിന്റെ മുൻപിൽ വരാൻ പോകുകയാ. നിന്റെ പ്രാർത്ഥനയുടെ മറുപടി നിന്റെ കണ്ണിന്റെ മുമ്പിൽ വെളിപ്പെടാൻ പോകുകയാ. നിന്റെ പ്രാർത്ഥനയുടെ മറുപടി നീ അനുഭവിച്ചറിയാൻ പോകുകയാ. രോധ എന്ന് പറഞ്ഞ പെൺകുട്ടി പറഞ്ഞു, ഇതാ പത്രോസ് പുറത്ത് വന്ന് നിൽക്കുകയാ. സ്തോത്രം. അകത്തിരിക്കുന്നവർ എന്താ പറഞ്ഞത്? സ്തോത്രം. പത്രോസ് വരാൻ യാതൊരു ചാൻസും ഇല്ല. കാരണം ഹേരോദാവിന്റെ കാരാഗ്രഹത്തിനകത്തുനിന്ന് അവൻ ഒരിക്കലും പുറത്തു വരത്തില്ല. സ്തോത്രം. സ്തോത്രം. ഹേരോദാവിന്റെ കാരാഗ്രഹത്തിനകത്ത് കയറിയവര് അവൻ പുറത്ത് വന്ന ചരിത്രവുമില്ല. സ്തോത്രം. സ്തോത്രം. പ്രാർത്ഥന നിന്റെ ചരിത്രം തിരുത്തി കുറിക്കാൻ പോകുന്നുവെന്ന്, പ്രാർത്ഥന നിന്റെ ചരിത്രം മാറ്റാൻ പോകുന്നുവെന്ന്, പ്രാർത്ഥന കഴിഞ്ഞ കാല പാരമ്പര്യത്തെ തകർക്കാൻ പോകുന്നുവെന്ന് ഹേരോദാവിന്റെ കാരാഗ്രഹത്തിനകത്ത് കടന്നു വന്നവര് ആമേൻ മരണത്തെ അല്ലാതെ പുറത്തു വന്നിട്ടില്ല. ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലേ, പ്രാർത്ഥന നിന്റെ ചരിത്രം വഴിമാറ്റുകയാ. പ്രാർത്ഥന കഴിഞ്ഞ കാല പാരമ്പര്യങ്ങളെ വെട്ടി മാറ്റുകയാ. പ്രാർത്ഥന പുതിയൊരു അനുഭവം നിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരികയാ. പ്രാർത്ഥനയുടെ ശക്തി, പ്രാർത്ഥനയുടെ ശക്തി, പ്രാർത്ഥനയുടെ ഉത്തര നിന്റെ ഭോപാലത്തിന്റെ അകത്തളങ്ങളിൽ വെളിപ്പെടാൻ പോകുക. സ്തോത്രം. രക്തം ജയമെടുക്കുകയാ. രക്തം ജയമെടുക്കുകയാ. രക്തം ജയമെടുക്കുകയാ. ആമേൻ. മറിയയുടെ വീട്ടിനകത്തിരുന്ന് ശക്തിയോടെ പ്രാർത്ഥിക്കുന്നവർ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേൽക്കുന്നതിന് മുമ്പ് മറുപടി വന്നു. സ്തോത്രം. സ്തോത്രം. 21 ദിവസം ഉപവസിക്കുന്ന ദൈവദാസിയെ 21 ദിവസം തികയുന്നതിന് മുൻപേ നിന്റെ മറുപടി നിന്റെ കൈ വരാൻ പോവുകയാ. ഇതിനകത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചു പറഞ്ഞേക്കണേ. സ്തോത്രം. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കുകയാ. 21 പൂർത്തിയാകുന്നതിന് മുൻപ് നിന്റെ മറുപടി നിന്റെ കയ്യിൽ എത്തുമെന്ന് വിശ്വസിക്കുന്നവർ കരമടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുകയാ. ഇതാ പത്രോസ് വാതിക്കൽ വന്ന് മുട്ടി. ഹല്ലേലൂയ. സ്തോത്ര 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 സ്തോത്ര. ആമേൻ. അവളോട് മിണ്ടാതിരിക്കാൻ പലരും ആമേൻ അവൾക്ക് ഭ്രാന്തുണ്ടെന്നൊക്കെ അകത്തുള്ളവര് പറഞ്ഞു. പക്ഷെ അവൾ ഉറപ്പിച്ചു പറഞ്ഞു പത്രോസ് തന്നെയാ വന്നത്. ചിലർ പറഞ്ഞ അല്ല, പത്രോസിന്റെ ദൂതനാ. സ്തോത്രം. സ്തോത്രം. 14-ാമത് വാക്യം വേഗം ഒന്ന് വായിക്കാം. സോറി. ഹല്ലേലൂയ. 16-ാമത് വാക്യം. പത്രോസ് മുട്ടിക്കൊണ്ടിരുന്നു. അവർ തുറന്നപ്പോൾ അവനെ കണ്ട് വിസ്മയിച്ചു. അവർ മിണ്ടാതെ ഇരിപ്പാൻ അവൻ ആംഗ്യം കാട്ടി. കർത്താവ് തന്നെ തടവിൽ നിന്ന് പുറപ്പെടുവിച്ച വിവരം പറഞ്ഞു കേൾപ്പിച്ചു. ഇത് യാക്കോബിനും ശേഷം സഹോദരന്മാരോടും അറിയിപ്പിനെന്ന് പറഞ്ഞു. പിന്നെ അവൻ പുറപ്പെട്ട് വേറൊരു സ്ഥലത്തേക്ക് പോയി. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ദൈവാത്മാവിൽ പറയട്ടെ, പത്രോസ് മുട്ടിക്കൊണ്ടിരുന്നു. വാതിൽ തുറന്നപ്പോൾ അവർ ആശ്ചര്യപ്പെട്ടു പോയി. സ്തോത്രം. 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 രക്തത്താൽ ജയം. പ്രാർത്ഥനയുടെ ഉത്തരം അവരുടെ അടുക്കൽ എത്തിക്കഴിഞ്ഞു. പ്രാർത്ഥനയുടെ മറുപടി അവര് കണ്ടു കഴിഞ്ഞു. ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കുന്ന ദൈവദാസിമാരെ, നിന്റെ പ്രാർത്ഥനയുടെ മറുപടി കാണാൻ പോകുകയാ. നിന്റെ പ്രാർത്ഥനയുടെ മറുപടി നീ അനുഭവിക്കാൻ പോകുകയാ. ഹല്ലേലൂയ. സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചത് പത്രോസിന്റെ വിടുതലിന് വേണ്ടിയാ. ഒരു നിമിഷം പത്രോസുമായി ഒരുമിച്ച് ആരാധിപ്പാൻ ദൈവം അവരെ ബലപ്പെടുത്തി. ഇന്ന് പകൽക്കാലം ആത്മാവിൽ വിളിച്ചു പറ, എന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. എല്ലാവരും പറഞ്ഞാട്ടെ. എല്ലാവരും പറഞ്ഞാട്ടെ. എന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. എന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. യെസ് യെസ്. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമില്ലെന്ന് ലോകം പറഞ്ഞാലും ഹല്ലേലൂയ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. യെരൂശലേമിൽ ഹല്ലേലൂയ രക്തത്താൽ ജയം. ഹേരോദാവിന്റെ ബന്ധനത്തെ തകർത്തത് പ്രാർത്ഥനയാ. ഹേരോദാവിന്റെ കാരാഗ്രഹത്തിന്റെ ആമൻ പൂട്ടിനെ തുറന്നത് പ്രാർത്ഥനയാ. കാരാഗ്രഹത്തിന്റെ വാതിൽ തുറന്നത് പ്രാർത്ഥനയുടെ ശക്തിയാ. ഇന്ന് പകൽക്കാലം എത്ര 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 ബലമുള്ള ഹല്ലേലൂയ ആമേൻ ശക്തിയാണ് നിനക്ക് വിരോധമായി എഴുന്നേറ്റ് വാദിക്കുന്നതെങ്കിലും ഇന്ന് പകൽക്കാലം ദൈവാത്മ പറയട്ടെ, നിന്റെ പ്രാർത്ഥനയുടെ ശക്തി ശത്രുവിന്റെ ബലത്തെ കെടുത്തി കളയുന്നത്. നിന്റെ പ്രാർത്ഥനയുടെ ശക്തി ആമേൻ ശത്രുവിനെ പരാജയപ്പെടുത്തുന്നത്. നിന്റെ പ്രാർത്ഥനയുടെ ശക്തി ദേശ വ്യാപാരങ്ങളെ തകർക്കുന്നത്. നിന്റെ പ്രാർത്ഥനയുടെ ശക്തി ഹേരോദാവിന്റെ പൂട്ടുകളെ തകർക്കുന്നത്. നിന്റെ പ്രാർത്ഥനയുടെ ശക്തി വഴികളെ തുറക്കുന്നത്. നിന്റെ പ്രാർത്ഥനയുടെ ശക്തി സകല അന്ധകാരത്തിന്റെ വ്യാപാരങ്ങളെ തകർക്കുന്നത്. കരമടിച്ചൊരു നിമിഷം ആരാധിക്കട്ടെ. എല്ലാവരും കരമടിച്ച് അന്യഭാഷയുള്ളവർ അന്യഭാഷയിൽ യെസ് രഗമന ജൂഡറംദനേ ദിഗന്തമാന റൈഡമാന ജൂഡറംദനാദ രാദ റൈദ രാദ 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 ലൈദ ഓ രാല ബാല ബൗഡ ബാല ദേവനാദ രേദിമാന ജൂഡ
അടകമാന ജൂഡറം ധനേദികാര കൈനരാധ ജൂഡറം ധനേദകൽ കമാന റൈഡ അടകമാന ഹസ്തുനീരകം ധരേദികൽ കമാന റൈഡമാന ജൂഡറം ധനേദികൽ കമാന റൈഡ അടകമന ഗരഗദന ദുഡമന ബലമ ശബ്ദന രഗദന ദൂഡക ലൈദവ റീഖമനം ധന ജാനക രഗന അടകം ജൂഡക വേദിക രഗന ഗലഗദന ദൂഡക അതരങ്ങളെ തുറന്ന് ഇന്ന് പകൽക്കാലം ദൈവത്തെ ആരാധിച്ചാട്ടെ. നീ അതരം മടക്കി ഇരിക്കാനുള്ള വ്യക്തിയല്ല, നീ അതരം മടക്കി ഇരിക്കാനുള്ള വ്യക്തിയല്ല. അതരം തുറന്ന് അന്യഭാഷയില് ഇന്ന് പകൽക്കാലം ദൈവത്തെ ആരാധിച്ചാട്ടെ. നിന്റെ പ്രാർത്ഥനയുടെ മറുപടി, നിന്റെ പ്രാർത്ഥനയുടെ ഉത്തരം നിന്റെ ഭവനത്തിന്റെ മുറ്റത്ത് വരാൻ പോകുകയാ. നിന്റെ ഡോറിൽ വന്ന് മുട്ടാൻ പോകുകയാ. നിന്റെ ഡോറിൽ വന്ന് മുട്ടാൻ പോകുകയാ. പ്രാർത്ഥനയ്ക്ക് മറുപടി ഇല്ലെന്ന് പറയുന്നവരുടെ നടുവില് പ്രാർത്ഥനയുടെ മറുപടി വെളിപ്പെടാൻ പോകുകയാ. പ്രാർത്ഥന നിന്റെ നിന്ന മാറ്റാൻ പോകുകയാ. പ്രാർത്ഥന നിന്റെ പരിഹാസം മാറ്റാൻ പോകുകയാ. പ്രാർത്ഥന നിന്റെ ബന്ധനം അഴിക്കാൻ പോകുകയാ. പ്രാർത്ഥന ശാപം മാറ്റാൻ പോകുകയാ. പ്രാർത്ഥന വഴിതുറക്കാൻ പോകുകയാ. പ്രാർത്ഥന ചില വാതിലുകൾ നിനക്ക് തുറന്നു തരാൻ പോകുകയാ. യേശുവിന്റെ നാമത്തിൽ നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. നമ്മുടെ കുറിവാക്യം മറക്കരുത്. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തന്ന ദൈവം നമ്മുടെ നടുവിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. വിശ്വസിക്കുക. എന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായെന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. സക്കറിയാവിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുത്ത ദൈവം, ഏലീശയുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുത്ത ദൈവം, യബ്ബേസിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുത്ത ദൈവം, യെരൂശലേമിലെ ദൈവസഭയുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുത്ത ദൈവം എന്റെയും നിങ്ങളുടെയും പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുവാൻ ശക്തനാ. ഈ വചനപ്രകാരം നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് ദേഹിയാത്മാവിനെ സമസ്തം സമ്പൂർണ്ണമായി താഴ്ത്തി സമർപ്പിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എന്നെ ക്ഷണിച്ച ഫേബ ആന്റിക്ക് ക്രിസ്തുവിൽ നന്ദിയും സ്നേഹമൊക്കെ അറിയിക്കുന്നു. എന്നെ ശ്രമിച്ചുകൊണ്ടിരുന്ന എല്ലാവർക്കും വന്ദനം അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. മാറാനാഥ.